പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ റോമൻ റീൻസിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനി വലിയൊരു പ്രതീക്ഷയുള്ളത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റോമൻ റീൻസിന് ആ എറീനയുമായിട്ട് വലിയൊരു ഹിസ്റ്ററി തന്നെ പറയാനുണ്ട്. മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന എറീനയിൽ വെച്ച് WWE നടത്താറുള്ള വീക്ക്ലി എപ്പിസോഡ്സിലെല്ലാം റോമൻ റീൻസിൻ്റെ അപ്പിയറൻസോ അല്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ മത്സരങ്ങളോ WWE ചെയ്യാറുണ്ട്. അതിപ്പോൾ ഒരു വീക്ക്ലി എപ്പിസോഡാണെങ്കിലും ലൈവ് ഇവൻറ്റുകൾ ഹൗസ് ഷോസ് ആണെങ്കിലും റോമൻ റീൻസിൻ്റെ മത്സരം കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന എറീനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റോമൻ റീൻസിൻ്റെ അപ്പിയറൻസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. റോമൻ റീൻസിൻ്റെ അപ്പിയറൻസ് മെൻസ് വാർ ഗെയിംസിലെ ആ കോഡി റോഡ്സ്, CM പങ്ക്, ജെ ഊസോ ടീമിലെ 4ാമത്തെ മെമ്പറായിട്ടുള്ള ഒരു വരവായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാഗം നമുക്ക് അടുത്ത റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. എന്നാൽ റോമൻ റീൻസിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഒരു റൂമറാണ്. ആ റൂമർ നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ റീൻസും കോഡി റോഡ്സും ഒരേ സമയം ഓൺ സ്ക്രീനിൽ വരുന്നതിന് ചില ക്രിയേറ്റീവ് ടീമിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അതായത് റോമൻ റീൻസും കോഡി റോഡ്സും ഇവർക്ക് തമ്മിലെ മത്സരം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള മത്സരം നടത്താൻ അല്ലാതെ ഒരേ സമയം റിങ്ങിൽ സമയം ചിലവഴിക്കുന്നതിനോട് ചില ക്രിയേറ്റീവ് ടീമിലെ അംഗങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ്. ഓൾറെഡി കോഡി റോഡ്സ് മെൻസ് വാർ ഗെയിംസ് മത്സരത്തിലെ ഒരു മെമ്പറായിട്ട് വന്നത്. ഇനി റോമൻ റീൻസ് വരുമ്പോൾ കോഡി റോഡ്സും റോമൻ റീൻസും ടീം ആകുന്നത്. അതിനോട് ചില ക്രിയേറ്റീവ് ടീം അംഗങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നുള്ള ഒരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു റൂമർ അപ്പാടെ തെറ്റാണ് എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡി റോഡ്സ്, റോമൻ റീൻസ് തുടങ്ങിയവരെ ഒരു ടീം ആക്കിക്കൊണ്ട് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിപ്പിച്ചതാണ്. ആ ടാഗ് ടീം മത്സരത്തിൽ ഇവർ സക്സസ്ഫുള്ളായി വിജയിച്ചതുമാണ്. അന്ന് ദ റോക്കിൻ്റെയൊക്കെ ഒരു റിട്ടേൺ നടത്തി വലിയൊരു കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു സ്റ്റോറി അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച നടന്നില്ലെങ്കിലും റോമൻ റീൻസും കോഡി റോഡ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് സ്റ്റോറി അവർ ബിൽഡ് ചെയ്തില്ലെങ്കിലും ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ മഞ്ഞുരുകുന്ന പോലെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോമൻ റീൻസും കോഡി റോഡ്സും ഒരേ സമയം സ്ക്രീനിൽ വരുന്നത് ഇവർക്കിടയിലെ മത്സരം ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ക്രിയേറ്റീവ് ടീം ഒരു ഷാട്ടിം പിടിക്കുന്നത് എന്തിനാണെന്ന് ആ ഒരു റൂമർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു റൂമർ പല കൂട്ടുകാരും കണ്ടിട്ടുണ്ടാകും, പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചത് കൊണ്ടാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ നൽകിയത്. ആ റൂമർ തെറ്റാണ്. ആ റൂമറിൽ യാതൊരുവിധ വസ്തുതയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഓൾറെഡി ഇവർ ടീമാകുന്ന പോലെ കാണിച്ചു. പിന്നെ ഒരിക്കൽ കൂടി ടീം ആകുന്നതിൽ എന്ത് പ്രശ്നമാണ് ക്രിയേറ്റീവ് ടീമിന് ഇടയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും റോമൻ റീൻസിൻ്റെ റിട്ടേൺ അവർ നടത്തും. സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ റോമൻ റീൻസും കൂടി അംഗമായിട്ടുള്ള CM പങ്കിൻ്റെ ടീം പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അടുത്ത റോ എപ്പിസോഡിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് നിങ്ങളിൽ എത്ര കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്? അടുത്ത ആഴ്ച റോമൻ റീൻസ് റിട്ടേൺ ചെയ്യുമെന്ന് നിങ്ങളിൽ എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന NXT വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. നിലവിലെ WWE സ്പീഡ് ചാമ്പ്യനായ എൽ ഗ്രാൻഡെ അമേരിക്കാനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് NXTയിലെ തന്നെ പുതുമുഖ റെസ്ലർമാരിൽ ഒരാളായ ജേസ്പർ ട്രോയ് പുതിയ സ്പീഡ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്നത് NXT ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ റിക്കി സയൻസ് മുൻ ചാമ്പ്യനായ ട്രിക് വില്യംസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അതിഗംഭീരമായിട്ടുള്ള ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ അവസാന ഭാഗത്ത് ആ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നുകൊണ്ട് ഒരു സ്പിയർ ചെയ്യുന്നതും അതിലൂടെ ആ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരത്തിൽ 10 കൗണ്ട് ചെയ്തിട്ട് റിക്കി സയൻസ് വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. NXTയുടെ ക്ലോസിംഗ് ഷോട്ടിൽ മുൻ ചാമ്പ്യനായ ഒബാഫെമിയുടെ ഒരു റിട്ടേൺ അവർ കാണിച്ചു. റിക്കി സയൻസും ഒബാഫെമിയും തമ്മിൽ വലിയൊരു ഫൈറ്റിലേക്കൊന്നും എത്തിയില്ല. പക്ഷേ ഒബാഫെമി ആയിരിക്കും റിക്കി സയൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ അടുത്തതായിട്ട് വെല്ലുവിളിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബാഫെമിയുടെ ഒരു ഗംഭീര റിട്ടേണിൻ്റെ ഒരു ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് NXT വീക്ക്ലി എപ്പിസോഡ്
ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിന പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ജോൺ സിനയുടെ നെക്സ്റ്റ് വീക്കിലെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് സിനയുടെ കരിയറിലെ അവസാന വീക്കിലി എപ്പിസോഡ് അപ്പിയറൻസ് ആണെന്ന് നമുക്ക് അറിയാം. അവസാന റോ അപ്പിയറൻസ് ആണ് ജോൺ സിന നടത്താൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ആ ഒരു റോ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ജോൺ സിനയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? ഒരു സെഗ്മെൻറ്റ് മാത്രമാണോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? അല്ല, ഈ റോ എപ്പിസോഡിൽ കണ്ടതുപോലെ ജോൺ സിനയുടെ ഒരു മത്സരം അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ലോകമെമ്പാടും റോ എയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് റോയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ജോൺ സിനയുടെ അവസാന റോ എപ്പിസോഡ് അപ്പിയറൻസ്, അവസാന വീക്ക്ലി എപ്പിസോഡ് അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വിടുകയും അതിനിടയിൽ ഒരു വേർഡ് അവർ യൂസ് ചെയ്യുകയുണ്ടായി. ജോൺ സിനയുടെ അവസാന വീക്ക്ലി എപ്പിസോഡിലെ മത്സരം നടക്കാൻ പോകുന്നതും അടുത്ത ആഴ്ച ആണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ജോൺ സിന അടുത്ത റോ എപ്പിസോഡിൽ മത്സരിക്കുന്നുണ്ട്. മിക്കവാറും അതൊരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ഡിഫൻസ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. പക്ഷേ എതിരാളി ആരാണെന്നോ ജോൺ സിനയുടെ സ്റ്റോറി എങ്ങനെയാണോ അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു സൂചന ലഭിച്ചിട്ടില്ല. എന്തായാലും ജോൺ സിന ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആയി പിറ്റേ ദിവസത്തെ റോ എപ്പിസോഡിൽ തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്ത് അത് പരാജയപ്പെട്ടാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജോൺ സിന ആർക്കെതിരെയായിരിക്കും മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? അതിനെ സംബന്ധിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെയും അവസാനത്തേതുമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, WWE വലിയൊരു തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പോകുകയാണ്. ആ തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിൻസ് മിക്മാൻ തയ്യാറാക്കിയ അല്ലെങ്കിൽ വിൻസ് മിക്മാൻ ഉണ്ടാക്കിയെടുത്ത WWE പേപ്പർ വ്യൂസ് ഉണ്ട്, പ്രീമിയം ലൈവ് ഇവൻറ്റ്സ്. അപ്പോൾ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ TKO എന്ന് പറയുന്ന ഈ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് WWE കൈക്കൊള്ളാൻ പോകുകയാണ്. വിൻസ് മിക്മാൻ ക്രിയേറ്റ് ചെയ്ത പ്രീമിയം ലൈവ് ഇവൻറ്റ്സിനെയൊക്കെ ഒഴിവാക്കി റസൽ പലൂസ പോലെയുള്ള പുതിയ പേരുകൾ കൊടുത്തിട്ടുള്ള പുതിയ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ TKO ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടെങ്കിലും അത് TKയുടെ ഏറ്റവും വലിയ ഹെഡായ മാർക്ക് ഷേപ്പിറോ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൽമേനിയ, സമ്മർ സ്ലാം, റോയൽ റംബിൾ പോലെയുള്ള മാർക്കി ഇവൻറ്റ്സ് ഒന്നും മാറ്റില്ല. പക്ഷേ മറ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നേക്കാനും ആ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഒഴിവാക്കാനും സാധ്യതകളുണ്ട്. ഓൾറെഡി വിൻസ് മിക്മാൻ ക്രിയേറ്റ് ചെയ്ത ഹെൽ ഇൻ എ സെൽ, എക്സ്ട്രീം റൂൾസ് തുടങ്ങിയ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ്, TLC പോലെയുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഇതൊക്കെ ട്രിപ്പിൾ എച്ചിൻ്റെ ക്രിയേറ്റീവ് ടീം ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മത്സരങ്ങളോ അത്തരത്തിലുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റ്സോ നിലവിൽ നടത്തുന്നില്ല. എന്നിട്ട് റസൽ പലൂസ പോലെ വെറുതെ ഒരു നോർമൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് അതൊക്കെ വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ വെറുതെ 1-2 പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ആഡ് ചെയ്ത് വിൻസ് മിക്മാൻ ക്രിയേറ്റ് ചെയ്ത ഐക്കോണിക്, അതായത് ആ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ തുടച്ചു നീക്കാനാണ് നിലവിൽ TKO തീരുമാനിച്ചിരിക്കുന്നത്. മണ്ടത്തരങ്ങളിൽ നിന്ന് മണ്ടത്തരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.